ATM കവർച്ച കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി തൃശൂരിലെത്തിച്ചു. തൃശൂരിലെ 3 ATMകളിൽ നിന്നായി 65 ലക്ഷം രൂപ കവർന്ന ഹരിയാന സ്വദേശികളായ മേവാത്തി കൊള്ള സംഘത്തെയാണ് തമിഴ്നാട്ടിൽ നിന്ന് തൃശൂരിലെത്തിച്ചത്. ഇവരെ തൃശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി. ശനിയാഴ്ച ATMകളിൽ ഇവരെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സെപ്റ്റംബർ 27-ാം തീയതി നടന്ന ATM കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട് നാമക്കലിൽ വച്ചാണ് മണിക്കൂറുകൾക്കകം പ്രതികൾ പോലീസിന്റെ പിടിയിലായത്. 7 പ്രതികളിൽ ഒരാൾ തമിഴ്നാട് പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ശേഷിച്ച 6 പേരിൽ ഒരാൾക്ക് ഗുരുതരമായി പരുക്കേറ്റ് കാല് മുറിച്ചു മാറ്റേണ്ടി വന്നതിനാൽ തമിഴ്നാട്ടിൽ ചികിത്സയിലാണ്. മറ്റ് 5 പേരെയാണ് ഇന്നലെ തൃശൂരിലെത്തിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പിന് കൊണ്ടുപോകും. തൃശൂരിൽ 3 FIRകളാണ് പ്രതികൾക്കെതിരെയുള്ളത്. ഒന്ന്, തൃശൂർ റൂറൽ പോലീസിന്റെ കീഴിലുള്ള ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ മാപ്രാണത്തെ ATM തകർത്തതിനും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കീഴിൽ ഷൊർണൂർ റോഡിലെ ATM തകർത്തതിനും കോലയിലെ ATM തകർത്തതിനുമാണ് കേസെടുത്തിട്ടുള്ളത്. 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ഓരോ SBI ATM വീതം തകർത്താണ് ഇവർ പണം കവർച്ച ചെയ്തത്. ഓരോ കേസുകളിലും പ്രത്യേകം കസ്റ്റഡിയിൽ വാങ്ങി പ്രതികളുമായി തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. കവർച്ച നടത്തിയ രീതിയും ATM അലർട്ട് മുഴങ്ങാൻ ഏകദേശം 50 മിനിറ്റോളം വൈകിയതെങ്ങനെ എന്നും മറ്റു സഹായങ്ങൾ ഇവർക്ക് ലഭിച്ചോ എന്നും പോലീസ് തെളിവെടുപ്പിൽ പരിശോധിക്കും. പഴയ ATM മെഷീനുകൾ വാങ്ങി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് പരിശീലനം നേടിയതിനു ശേഷമാണ് പ്രതികൾ കവർച്ചയ്ക്കെത്തിയത്. എന്തുകൊണ്ട് തൃശൂരിലെ SBI ATMകൾ തന്നെ തിരഞ്ഞെടുത്തുവെന്നും അന്വേഷിക്കും. കവർച്ച സംഘം കാറിലാണ് എത്തിയത്. പട്ടിക്കാട് വരെ കാറിലെത്തിയ സംഘം കണ്ടെയ്നർ ലോറിയിൽ കാർ ഒളിപ്പിച്ചാണ് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. ഇവിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് സൂചന. പ്രതികൾ അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ലെന്നും വിവരങ്ങൾ കൃത്യമായി നൽകുന്നില്ലെന്നുമാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. ഇവർ കൊടും ക്രിമിനലുകളാണെന്നും ഹരിയാനയിലെ കവർച്ച സംഘങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണെന്നുമാണ് വിവരം. സാമൂഹിക വിരുദ്ധ കേന്ദ്രമായ ഇവരുടെ താവളങ്ങളിൽ എത്തിച്ചേരുന്നതിന് മുൻപ് പിടിയിലായതാണ് പ്രതികളെ കുരുക്കിയത്. പ്രതികളിൽ ഒരാളായ മുഹമ്മദ് അക്രം കൃഷ്ണഗിരി ജില്ലയിൽ ATM തകർത്ത് പണം കവർന്ന കേസിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതാണ്. ഇതിനുശേഷം 1 മാസം തികയുന്നതിന് മുൻപേയാണ് സംഘമായി കവർച്ചയ്ക്കിറങ്ങിയത്. ഒരാളൊഴികെ മറ്റ് 3 പ്രതികൾക്കും മോഷണ പശ്ചാത്തലമുണ്ട്. ഒരാൾ അടിപിടി കേസുകളിലും പ്രതിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.